ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ പുണ്യമാസമാണ് രാമായണ മാസം, കർക്കിടക മാസം. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഭാരത ജനത മുഴുവൻ എവിടെയൊക്കെ വസിക്കുന്നുണ്ടോ അവരൊക്കെ ഇതിഹാസ കാവ്യമായ വളരെ വിശേഷപ്പെട്ട വാൽമീകി മഹർഷിയാൽ രചിതമായ രാമായണം പാരായണം ചെയ്യുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. ദുർഘടമാസത്തെ മാറ്റിമറിക്കുന്നതിന്, ഉല്ലാസയോഗ്യമാക്കുന്നതിന് വേണ്ടി ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചതാണ് കേരളത്തിലും ഭാരതത്തിലും ഒക്കെയുള്ള ഭവനങ്ങളിൽ ഈ രാമായണം കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ എല്ലാവരുടെയും, ലോക ജനതയുടെ മുഴുവൻ ഐശ്വര്യത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമുക്ക് രാമായണം പാരായണം ചെയ്തു തുടങ്ങാം. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ബാലകൻ അയോധ്യയിൽ ആരണം തന്നിൽ ചെന്നു കിഷ്കിന്ധരാജനോടു സുന്ദരം യുദ്ധം ചെയ്തു. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിം കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബുഫലസാര ഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന വൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതദാനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മിയേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ. ഭാരതീപദാവലി തോന്നേണം കാലേ കാലേ, പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുതൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നന്മറാ നേരായ നാരായണൻ ചമയ്ക്കയൽ
നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജാലീല പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വരശവാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം. സുരസംഹതീപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രാപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാം ദിനപതി ഖേടാനാംപതി ജഗതീ ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയനെ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്നിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദൂഷാമഗ്രേസരൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥാമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൽ വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നു തോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമീ അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരിക്കഥകൾക്കും നാകിൽ ബദ്ധരാകിലൂമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാദ്യമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നെ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രീചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യ വേദ്യനാം സീതാവതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഉമാമഹേശ്വര സംവാദം. മഹാദേവനും ശ്രീപരമേശ്വരിയും തമ്മിലുള്ള സംവാദത്തിലേക്കാണ് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുന്നത്. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം പാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം
നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്നിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ അത്യന്തം രഹസ്യമം വസ്തു വന്നിരിക്കിനും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസ ഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദീഫലം ദാനധർമാദീഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണങ്ങൾക്ക് മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊല്ലുവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. തന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കാണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാനെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയേനാദ്യേന ജനവ്യയേനാത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വരൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവാമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ അഗ്നികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വര മയോധ്യപൂക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗത് ശ്രാവ്യമം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലാമണീലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദാമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലമ്മാറു ഭക്ത്യാ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം
ആശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇന്നിവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കന്മഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകേണം മടിയാതെ. നമ്മുടെ തത്വമിവൻ അറിയിക്കണം ഇപ്പോൾ, ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ. ശ്രീരാമദേവനേവാമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം, നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം, സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം, സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം. സർവജം സർവാധാരം സർവദേവതാമയം, നിർവികാരാത്മാ രാമദേവനിന്നറിഞ്ഞാലും. എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ളവണ്ണം, നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം ത്വൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം. ത്വൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു, തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിലയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും, ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. ക്രുദ്ധയായ അടുത്തോരു ദുഷ്ടയാം താടകയ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം. ബദ്ധമോദേന പൂക്കുയാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമാഭക്തിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൂക്കു. മുപ്പുരാവൈരിയുടെ ജാപവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കു തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൂക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ, താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയിയും മുടക്കിയതു മൂലം. ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം. താതൻ വൃത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം പൂക്ക കാലത്തു വിരാധനെ ഖണ്ഡിച്ചു കൊമ്പോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവൻ. പൂക്കിതു പഞ്ചവടി തത്ര വാണിടുങ്കാലം, പുഷ്കര ശരപര വശയായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണേഖ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണേഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽക്കതി കൊടുത്തപ്പോൾ. മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ടകബദ്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു. മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടതാ. മോക്ഷദാനവും ചെയ്തു മുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്നന്യോന്യം സംഖ്യം ചെയ്തു. വൃത്രാരീപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ
സേതുബന്ധനം ലങ്കാമാർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോക സമ്മതമാക്കിക്കൊണ്ടു. പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാൻ ജഗൽക്കുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയേനേകാനന്ദാത്മകനാത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്യുത് ഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും. നിർമ്മലൻ പരിണാമഹീന ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി. കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ. അഞ്ജനാതനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്തമുപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളവാച പുനരവനോടുര ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കവിവരാ. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമസ്യാദീ മഹാവാക്യർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവൻ ഇപ്പദം അറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകത്രങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാ മമ ഹൃദയം രഹസ്യമീതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേ വീടും. നരന്മാരോടു പറഞ്ഞറിയിക്കരുതടോ പരമാമുപദേശമില്ലിതിന്മീതേയൊന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം. സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം. ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ. ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത്യാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല. യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ. പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതനായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ
സന്നമായതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തൊന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയമതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി വരാം. കിമ്രണന്മാർക്കു നിത്യസൗഖ്യവുമുണ്ടായി വരാ. കിന്ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അധ്യാത്മരാമായണമെന്ന പേരിതിന്നിത് ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതീധന സമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമീതെങ്കിലോ കേട്ടാലും നീ. ശിവൻ കഥ ആഖ്യാനം ചെയ്യാണ്. പാർവതി പറഞ്ഞു ഇത്ര കേട്ടാൽ പോരാ, പാവങ്ങൾക്കൊക്കെ മുക്തി കിട്ടണമെങ്കിൽ കുറച്ച് വിശദമായിട്ടാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിലേക്ക് പ്രവേശിക്കുകയാണ്. ശിവൻ കഥ ആഖ്യാനം ചെയ്യുന്നു. പങ്ക്തിഗന്ധരമുഖ രാക്ഷസ വീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി. ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടുകൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിടിനാൻ. വഴിപോലെ അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്ക് അൻപോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുഗ്ധന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭംബരം ഇന്ദിരാമനോഹര മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്ത വത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭാ കിരീടോജ്ജൽ കുണ്ടലമുക്താഹാരകേയൂരാംഗത കടക കടിക സൂത്ര വലയാങ്കുലീതാഖ്യാദ്യഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹാഭവൻ മധുരസ്ഫുടാക്ഷരം. സരസാപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം. നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായാതബോധാന യജ്ഞാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല.
നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തിയെ കാണായി വന്നീതെനിക്കൂ ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി. സംസാരാമയ പരിതപ്തപാനസന്മാരം പുംസാം ത്വദ്ഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും. മരണാമോർത്തു മമാ മനസീ പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരിക വരം നാഥ കരുണാകരാ പോറ്റി. ശരണം ദേവ രമാരമണാധരാപദേ. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. വരദ നാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരതരമതി വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാണാൻ ഇവിടെ കുഴച്ചോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു. സരസീരുഹഭവനി വണ്ണാമുണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തോരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥ. പൗലസ്ത്യാതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്ത വരബലദർപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാമല്ലോ. ലോകപാലകന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. പാകശാസനനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളോ മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യു എന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്തനായി പിറന്നിനി ഭക്തിഗന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ. സന്തതം നമസ്കാരം അതിന്നു മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കായി വരേണമേ. പത്മസംഭവനിത്താമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായി ദൂവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തൃമുദ്യോഗമദ്യൈവമേ. കശ്യപൻ ദശരഥനാജ്ഞേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായ ദേവിയും ജനകാലയെ വന്നു. കീകസാത്മജ കുലനാശകാരണിയായി മേദിനി തന്നീലയോനിജയായി ഉണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആധി തീർന്നതു നേര ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടനുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും. വാസനാധീശാന്വയെ സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കേണം. മാനിയാം ദശാസനഭൃത്യന്മാരാകും യാതുധാനൻ വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹദ്വാര വൃക്ഷങ്ങതോറും വാനരപ്രവരന്മാരെ ഏതും മടിയാതെ. സൂത്രാമാദികളോടു പത്മസംഭവൻ നിജ പത്രശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി
സത്യലോകവും പൂക്ക് സത്വരം ധരിത്രിയും മസ്തസന്താപ മതിസ്വസ്ഥയായി മരുവിനാൾ തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷാഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷാഹരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലോയാധികളോന്നത പർവ്വതതുല്യ ശരീരന്മാരായ അനാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവഗവ്യ വൃന്ദേശ്വരന്മാരും പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു അണാരല്ലോ. ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു അണാരല്ലോ. ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു അണാരല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പദസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഹരി ഓം.